നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് മന്ത്രി ചിഞ്ചു റാണിയുടെ ഒരു വാർത്തയാണ്. നമ്മുടെ എളമ്പള്ളൂർ പഞ്ചായത്തിലെ വികസന സെമിനാർ. അതിൻ്റെ ഒരു പ്രത്യേകത, ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച PC വിശ്വനാഥ് MLA നമ്മുടെ പദ്ധതി വിഹിതത്തിൽ എത്രയോ ശതമാനം ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, സാമ്പത്തികമില്ല എന്ന് പറയുന്നു. ഒപ്പം അതിന് മറുപടി എന്നോണം മന്ത്രി പറയുന്നത് അത് കേന്ദ്രം നമ്മുടെ കേരളത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നുകൊണ്ടാണ്, അവർ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, അവർ GSTയുടെ വിഹിതം തരുന്നില്ല. ഇതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇതൊക്കെ പരിഹരിക്കേണ്ടവരാണ് ഇവർ. അത് മാത്രമല്ല, വല്ലയിടത്തുനിന്നും വല്ലവരും ഒക്കെ തരും എന്ന് പറയുന്നത് അർഹതപ്പെട്ടതാണെങ്കിൽ പോലും അങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ തനതായ ഇത് കൂട്ടാം, മാത്രമല്ല പദ്ധതി നടത്തിപ്പിലെ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാം, ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതി എങ്ങനെ ആവിഷ്കരിക്കാം. ജനകീയ ആസൂത്രണം വന്നിട്ട് ഇപ്പോൾ 30 വർഷത്തോളം ആകാൻ പോകുന്നു. ഇതുവരെയും അതിൻ്റെ ആദ്യഘട്ടത്തിൽ 1-2 വർഷം അതിൻ്റെ നടന്ന ഒരു വലിയ യജ്ഞം ഉണ്ടായിരുന്നു. ജനങ്ങൾ അന്ന് ഗ്രാമസഭയിൽ 800-1000 പേരൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ആനുകൂല്യം പറ്റുന്ന അപേക്ഷ കൊടുത്തവർ മാത്രം പങ്കെടുക്കുന്ന ഗ്രാമസഭകളായിട്ട് ചുരുങ്ങി. നേരത്തെ ഈ പിന്നെ പഞ്ചായത്തുകളുടെ ഉപാധ്യക്ഷന്മാർ അല്ലെങ്കിൽ ആസൂത്രണ സമിതി കൺവീനർമാരായിട്ട് വരുന്നത് ആ പ്രദേശത്ത് അത്യാവശ്യം ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളവരും ഒരു വലിയ അഴിമതി ഇല്ലാത്തവരും ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ളവരും ഒക്കെ ആയിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, ചിലപ്പോൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ അവർക്കൊന്നും ഒരു കാര്യമില്ല. കാരണം നോട്ടീസിൽ അടിക്കുമ്പോഴത്തേക്ക് ഉപാധ്യക്ഷൻ സംസാരിച്ചു എന്ന് പറയുന്ന അപ്പുറത്തല്ലാതെ ഈ പദ്ധതി നിർവഹണത്തിലോ പദ്ധതിയുടെ കാര്യത്തിലോ രൂപീകരണത്തിലെ കാര്യത്തിലോ അവർക്ക് പങ്കില്ല. ഇത്തരം ഉടായ്പകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറാതെ നമ്മൾ ഈ പറയുന്ന മന്ത്രി ഇങ്ങനെ പറഞ്ഞാലും MLA ഇങ്ങനെ പറഞ്ഞാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്നും നമുക്ക് കൊച്ചു വരുമാനത്തിൽ ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ദുരിതപൂർണമാകുന്നു. എന്നൊരു പരിഹാരം ഉണ്ടാകുമായിരിക്കാം. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7595 രൂപ, പവന് 60,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമാണ്. മഹാത്മാഗാന്ധി നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച ദിവസം. 1948 നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിനെ നഷ്ടമായത്. സർവോദയ ദിനമാണ്. ദേശീയ ശുചീകരണ ദിനമാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ വൈദ്യരത്നം PS വാര്യർ ചരമദിനം. റൈറ്റ് സഹോദരന്മാരിലെ ഓർവിൽ റൈറ്റ് ചരമദിനം. ഗ്രന്ഥകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കൈനിക്കര പത്മനാഭപിള്ള ചരമദിനം. വിശ്വാസികൾ പവിത്രമായി കരുതുന്ന പ്രാർത്ഥനാ ഇടത്ത് കൂപ്പുകൈക്കുള്ളിൽ ഒളിപ്പിച്ച തോക്കുമായി എത്തി ഭഗവത്ഗീത യൂണിലും ഉറക്കത്തിലും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന 78 വയസ്സുള്ള വയോധികന്റെ നെഞ്ചിലേക്ക് 3 തവണ വെടിയുണ്ട പായിച്ച ക്രൂരതയുടെ ഓർമ്മ ദിനമാണ് ജനുവരി 30. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം അല്ലെങ്കിൽ ഷഹീദ് ദിവസ്. 1948 ജനുവരി 30 ബിർള ഹൌസിൽ സായാഹ്ന പ്രാർത്ഥനയ്ക്കിടെ മഹാത്മാഗാന്ധി നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഗോഡ്സെ ഗാന്ധിയുടെ നെഞ്ചിലും വയറ്റിലും 3 തവണ വെടിവെച്ചു. ഗാന്ധി അവസാനമായി പറഞ്ഞ വാക്കുകൾ ഹേ റാം എന്നായിരുന്നു. ധീരന്റെ അഹിംസ എന്നിലുണ്ടോ, അത് എന്റെ മരണം തന്നെ കാണിക്കും. ആരെങ്കിലും എന്നെ കൊല്ലുകയും കൊലയാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും എന്റെ ചുണ്ടിൽ വെച്ച് ദൈവസ്മരണയും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അവന്റെ ജീവനുള്ള സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധവും കൊണ്ട് ഞാൻ മരിക്കുകയും ചെയ്താൽ ധീരന്മാരുടെ അഹിംസ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയപ്പെടും. ഈ അറമ്പറ്റി വാക്കുകൾ ഗാന്ധിജി കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞിരുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ചരമവാർഷിക ദിനമായ ജനുവരി 30 രാജ്യം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, 3 സേനാ മേധാവികൾ, കരസേന, വ്യോമസേന, നാവികസേന എന്നിവർ ഡൽഹിയിലെ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ ബഹുവർണ്ണ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച റീത്തുകൾ സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് ഇന്ത്യൻ രക്തസാക്ഷികളെ അനുസ്മരിച്ച് രാജ്യത്തുടനീളം 2 മിനിറ്റ് മൗനമാചരിക്കുന്നു. സമാധാനം, അഹിംസ, ലാളിത്യം, മാർഗങ്ങളുടെ ശുദ്ധി, വിനയം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. അദ്ദേഹത്തിന്റെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാത പിന്തുടരാൻ നമുക്ക് ശ്രമിക്കാം. ഗാന്ധിവധം നമ്മെ പുതിയ വായനയിലേക്ക്, അതായത് സ്വാതന്ത്ര്യ സമര ചരിത്ര വായനയിലേക്ക് നയിക്കണം.
47 മുമ്പുള്ള ഇന്ത്യയെ അറിയണം, ശേഷമുള്ള ഇന്ത്യയെ കാണണം, ഇന്നത്തെ ഇന്ത്യയെ വിലയിരുത്തണം. ആഡംബര വസ്ത്രധാരിണികളായ ലോകം ചുറ്റുന്ന ഇന്നത്തെ നേതാക്കളെ കാണുമ്പോൾ നമുക്ക് ആശ്വസിക്കാം. നികുതി പണം പൊടിക്കാതെ നഗ്നത മാത്രം മറച്ച് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രം രക്തസാക്ഷിയായ ആ അർദ്ധനഗ്നനായ ഫക്കീറിനെ നമുക്ക് നമിക്കാം. പൊരുതുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഭാരതത്തെ ഉത്തേജിപ്പിച്ച ആ സാധുവിനെ. കേന്ദ്രം കേരളത്തിന്റെ കഴുത്ത് മുറുക്കുന്നു എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കടമെടുപ്പിനുള്ള പരിധി വെട്ടിക്കുറച്ചും കിഫ്ബി പോലെയുള്ള പദ്ധതികൾക്കെതിരായ നീക്കങ്ങളും GST വിഹിതം നൽകാതെയും കേന്ദ്രം കേരളത്തിന്റെ കഴുത്തിന് പിടിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇളമ്പള്ളൂർ പഞ്ചായത്ത് വികസന സെമിനാർ, പദ്ധതി രേഖാ സമർപ്പണം, മൃഗസംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് SP അഭിലാഷ്, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, വികസന സമിതി ചെയർപേഴ്സൺ ആമിന ഷറീഫ്, സെക്രട്ടറി NR ഷീജമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രതി ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ജയകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ G സുശീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ, ഫറൂഖ് നിസാർ, പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷൻ CM സെയ്ഫ്, ക്ഷേമ സമിതി അധ്യക്ഷ K ശീലകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ R അനിൽകുമാർ, സാം വർഗീസ്, ഗീതാ മുരളീധരൻ, അനിജി ലൂക്കോസ്, റെജി ജേക്കബ്, ജയശ്രീ, മിനി, ജെ ശ്രീജിത്ത്, ജലജ ഗോപൻ, ദീപു ജേക്കബ്, S നിഷ, അസിസ്റ്റന്റ് സെക്രട്ടറി H അജിത് എന്നിവർ സംസാരിച്ചു. ടൗൺ വരുന്ന ഈ പഞ്ചായത്ത് അതിനനുസരിച്ചിട്ടുള്ള പദ്ധതി നമുക്കിവിടെ രൂപപ്പെടുത്തുവാനും അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാനും ജനങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ല സൗകര്യപ്രദമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടപ്പിലാക്കും. പാവപ്പെട്ടവരെ സഹായിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ ഈ ഗവൺമെൻറ് എല്ലാ മേഖലകളിലും വികസനം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. നമ്മുടെ വിഷ്ണു പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരുവാനുള്ള പണമെല്ലാം ഇങ്ങനെ പിടിഞ്ഞ് കേരളത്തിൻ്റെ കഴുത്തിൽ പിടിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് ഇന്നിപ്പോൾ കാണുവാൻ കഴിയുന്നത്. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന GSTയുടെ വിഹിതം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം മറ്റ് പല മേഖലകളിലും നമ്മൾ പലപ്പോഴും പണം കടമെടുക്കും. അത് കേന്ദ്ര ഗവൺമെൻറ്റും പണം കടമെടുക്കുന്നു. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ആ പണം കടമെടുക്കുന്ന പണത്തിന് പരിധി കേരളത്തെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചു വരും എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഇങ്ങനെ പിടിക്കുക. കിഫ്ബി ഫണ്ട് നമുക്കറിയാം, കോടിക്കണക്കിന് കിഫ്ബി കേരളത്തിലെ ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടതാണ്. ആ ഗവൺമെൻറ് തന്നെ അതിന് വേണ്ടുന്ന പണം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പദ്ധതികളാണ്. ആ വികസന പദ്ധതിക്കും ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുകയാണ്. നിങ്ങൾ കേരളത്തിന് വേണ്ടി എടുക്കുന്ന ഈ പണം അത് കടത്തിൽപ്പെടുത്തണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല? നമുക്ക് പല മേഖലകളിലും കേന്ദ്രം അനുവദിക്കുന്ന പണം നമുക്ക് കിട്ടാത്തൊരവസ്ഥ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പല വികസനത്തിനും തടസ്സം വരുന്നതെന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഒരുപക്ഷെ നോക്കിയാൽ ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റുക, അവിടെയൊക്കെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഇരുന്ന് പഠിക്കുവാനുള്ള അതിൻ്റെ സൗകര്യങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ്. അതുൾപ്പെടെ നിശ്ചലമാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ മുന്നോട്ട് പോകാതെ ഫണ്ട് കിട്ടിയാൽ നമ്മുടെ പെൻഷൻ ഉൾപ്പെടെ മുടക്കമില്ലാതെ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് പോലും കേരളം നമുക്കറിയാം ഇന്ന് തനത് ഫണ്ട് പരമാവധി സ്വരൂപിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പദ്ധതിയിലൊക്കെ ശരിയാണ്, കുറച്ച് ഫണ്ടൊക്കെ വെട്ടിക്കുറച്ചു. കാരണം ഇത്രയും ഫണ്ടെടുത്ത് കൊടുക്കുവാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ് കയ്യിലില്ലാത്തതുകൊണ്ട് പല പദ്ധതികളും കുറേശ്ശെ എന്ന് പറഞ്ഞാൽ 50% ഒക്കെ വെട്ടിക്കുറയ്ക്കുന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. അത് ഇതുകൊണ്ട് മാത്രമാണ്. എന്നാലും കേരളത്തിലെ ഈ ഗവൺമെൻറ് പിടിച്ചു നിന്നുകൊണ്ട് സാധാരണക്കാരെ സഹായിക്കുവാൻ, എല്ലാവർക്കും വീട് കൊടുക്കുവാനുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി എല്ലാവർക്കും സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് പട്ടയം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊടുത്ത ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 2 ലക്ഷത്തിലധികം പട്ടയം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ 2 ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയും. പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും ഒക്കെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകും. എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരോട് പ്ലാൻ കട്ടെന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ലോക്കൽ ബോഡികൾ നേരിടുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളതിനെ കൂട്ടായി
ഗവൺമെൻറ്റും എല്ലാവരും അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കോർപ്പറേഷൻ്റെ വികസന സെമിനാർ കൂടി ഉദ്ഘാടനം ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. ഒരു കാര്യത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെ MLA കണക്ട് കൊണ്ടുവരയുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ഒരു ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനോടും CDS ചെയർപേഴ്സണോടും എല്ലാ കാര്യം പങ്കുവച്ചു. കുടുംബശ്രീയുടെ നല്ല പിന്തുണയോടുകൂടി കഴിഞ്ഞ 2-3 ഞായറാഴ്ചകളായി കുടുംബശ്രീയുടെ യോഗങ്ങൾ നടക്കുന്ന ഈ സ്ഥലത്ത് തന്നെ നമ്മുടെ വോളണ്ടിയർമാർ, അത് കുണ്ടറ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ 70ഓളം കുട്ടികളാണ് അതിൽ വോളണ്ടിയർ ആയിട്ടുള്ളത്. അവരെ അവിടെ പോയി നേരിട്ട് അവർക്ക് ആധുനിക സാങ്കേതിക വിദ്യ, കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പദ്ധതി, ശ്രീ ഒരു ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു പദ്ധതി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ള പ്രത്യേകമായ നന്ദി കൂടി ഈ അവസരത്തിൽ പഞ്ചായത്തിനോടും പ്രസിഡന്റിനോടും പ്രത്യേകിച്ച് CDSൻ്റെ ചെയർപേഴ്സൺ, അയൽക്കൂട്ടം, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിട. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പെരിനാടിന്റെ കായൽ ഭംഗിക്ക് ഇനി മുതൽ പുതിയ ലുക്ക്. 4 കടവുകളുടെ നവീകരണം പൂർത്തിയാക്കി. നാടിന് സമർപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്ക് പെരിനാട് കായലോരങ്ങളെ ഇനി പുതിയ ലുക്കിൽ ആസ്വദിക്കാം. പുലിക്കുഴി, പുലിയോരം, കൈതാകോടി, ചേറ്റിക്കടവ് എന്നീ കായൽ തീരങ്ങൾ പുതുതായി നിർമ്മിച്ച കടവുകളാണ് നാടിന് സമർപ്പിച്ചത്. നാന്തിരിക്കൽ കൈതാകോടി തീരദേശ പാതയിലെ സെൽഫി പോയിന്റിൽ ബ്യൂട്ടി സ്പോട്ടിൽ നടന്ന ചടങ്ങ് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് നാടിന് സമർപ്പിച്ചു. PC വിശ്വനാഥ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി, ചിറ്റിമല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് B ദിനേശ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ IM ഇജീന്ദ്രലേഖ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമ സമിതി അധ്യക്ഷൻ ഷാജി മജീദ്, വികസന സമിതി അധ്യക്ഷ K സോമവല്ലി, ആസൂത്രണ സമിതി അധ്യക്ഷൻ L അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കുമാർ, P ജഗന്നാഥൻ, പ്രീഡ സെബാസ്റ്റ്യൻ, ശോഭ അർജുനൻ, ഗോപകുമാർ, CDS ചെയർപേഴ്സൺ V ശോഭ എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. പെൻഷൻ ക്ഷാമ ആശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണം. സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ ക്ഷാമാവകാശ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളമ്പള്ളൂർ വെസ്റ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് S ദാമോദരൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ JB പണിക്കർ, സെക്രട്ടറി G രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ G രാമചന്ദ്രപിള്ള, S പ്രേംകുമാർ,
ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ ശിവൻ വെളിക്കാട്, ജി തുളസീധരൻപിള്ള, എൻ പ്രഭാകരൻപിള്ള, എൻ ജയന്തൻ, AR അജയകുമാർ, D വിജയധരൻ, P ശ്രീകുമാരി, G ഷാജികുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി S ദാമോദരൻ ഉണ്ണിത്താൻ പ്രസിഡന്റ്, N പ്രഭാകരൻപിള്ള, P ശ്രീകുമാരി, N തങ്കപ്പൻ ആചാര്യ വൈസ് പ്രസിഡന്റുമാർ, P ശശിധരൻ സെക്രട്ടറി, D വിജയധരൻ, G ഷാജികുമാർ, TK ശ്രീചന്ദ്രകുമാർ ജോയിന്റ് സെക്രട്ടറിമാർ, P പുഷ്പരാജ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നിർത്തലാക്കിയ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് CPI. കുമ്പളത്തേക്ക് കൊല്ലത്തു നിന്നും കൊട്ടാരക്കൽ നിന്നും പതിറ്റാണ്ടുകാല സർവീസ് നടത്തിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് CPI കുമ്പളം B ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. J എഡിസൺ അധ്യക്ഷത വഹിച്ചു. സോണി B പള്ളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC അംഗം A ഗ്രേഷ്യസ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി E വിൽഫ്രഡ്, ജോൺ വിൻസെന്റ്, B ബൽത്താസർ, ആനി ബെഞ്ചമിൻ, സൈജു ഫ്രാൻസിസ്, പുഷ്പരാജൻ, ലിയോൺ AL ബോസ് എന്നിവർ സംസാരിച്ചു. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഇലയിൽ കുട്ടിക്കാലത്ത് ഉറുമ്പിനെ കയറ്റിവിട്ട് കളിച്ചിട്ടുള്ളവർ എന്റെ മുന്നിലുണ്ടാകും. തോട്ടിൻകലയിലിരുന്ന തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്കും അതിലൂടെ ഒഴുകി വരുന്ന ഇലകളുടെയും കമ്പുകളുടെയും ചലനങ്ങളും ശ്രദ്ധിച്ചിരുന്ന ബാല്യവും നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. ഒരു ഉറുമ്പ് കയറുന്ന ഇലയിൽ ഒരു പിഞ്ചു കുഞ്ഞിന് കിടക്കാൻ പറ്റില്ല. എന്നാൽ താമരവർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ ഇലയിൽ ഒരു തോണിയിൽ എന്ന പോലെ ഒരു കുഞ്ഞിന് സുഖമായി കിടക്കാൻ കഴിയും. വിക്ടോറിയ ആമസോണിക്കയുടെ ഇലയ്ക്കാണ് ഈ പ്രത്യേകതയുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ഈ ഇലകൾക്ക് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനും ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയും കൈവന്നത്? ജലസസ്യങ്ങളുടെ ഇലകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അസാധാരണമൊന്നുമല്ല. എന്നാൽ താമരവർഗത്തിൽപ്പെട്ട വിക്ടോറിയ ആമസോണിക്ക ചെടിയുടെ ഇലകൾക്ക് വളരെ പ്രത്യേകതകളുണ്ട്. 2 മീറ്ററോളം ഏകദേശം 6 അടി വ്യാസമുണ്ടായിരിക്കും ഇവയ്ക്ക്. പൂർണ്ണ വളർച്ചയെത്തിയ ഇലയുടെ അരിക് കിണ്ണത്തിന്റെ അരികുപോലെ മേലോട്ട് മടങ്ങിയിരിക്കും. ഈ മടക്കിൽ ചെറിയൊരു വെട്ട് കാണും. വെള്ളം ഒഴിഞ്ഞു പോകാൻ ഇത് സഹായിക്കുന്നു. ഈ ചെടിയുടെ ഇല ആദ്യം കൂമ്പിയിരിക്കും. ഈ ഘട്ടത്തിൽ അതിന് നേരിയ ചുവപ്പ് നിറമായിരിക്കും. പിന്നെ വിടർന്നു വന്ന ശേഷമാണ് അരിക് വളഞ്ഞുയരുന്നത്. ഇതിന്റെ ഇലയിൽ ഒരു കുഞ്ഞിനെ കിടത്തിയാൽ ഒരു കുഴപ്പവും വരില്ല. ഒരു ഇലത്തോണിയായി അത് വർത്തിക്കും. ഇലയുടെ കലകളിൽ ധാരാളം വായുവരകൾ ഉള്ളതുകൊണ്ടാണ് മുങ്ങിപ്പോകാതെ ഭാരം താങ്ങിക്കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ വിക്ടോറിയ ആമസോണിക്കയ്ക്ക് സാധിക്കുന്നത്. ഇതിനു പുറമെ ഇലയുടെ അടിഭാഗത്ത് കാണുന്ന ഞരമ്പുകളുടെ പ്രത്യേകത സംവിധാനക്രമവും ഈ ഇലകളെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നുണ്ട്. ആമസോണിക്കയ്ക്ക് ഒരു ചാർച്ചക്കാരനുണ്ട്, വിക്ടോറിയ ക്രൂസിയാന. ആമസോണിക്കയുടെ വക്കുകൾ കഷ്ടിച്ച് 2-3 സെന്റിമീറ്റർ പൊക്കമുള്ള അതാണെങ്കിൽ ക്രൂസിയാനയ്ക്ക് ഇതിന് 2-3 ഇരട്ടിയോളം പൊക്കമുണ്ടാകും. തെക്കേ അമേരിക്കയിലെ കാടുകളിൽ കണ്ടുവരുന്ന ഈ ജലസസ്യം ഇപ്പോൾ ലോകത്തിലെ പ്രമുഖ ബൊട്ടാണിക് ഗാർഡനുകളിൽ വളർത്തുന്നുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത് പാലോട്ടുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ അത്ഭുത താമര വളർത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രകാശിക്കാതെ സൗരോർജ്ജ കുണ്ട്ര വെന്നാട് പഞ്ചായത്തിലെ നാന്തിരിക്കൽ കൈതാകോടി തീരദേശപാതയിലെ പുതുതായി സ്ഥാപിച്ച സെൽഫി പോയിന്റ് തെരുവ് വിളക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രകാശിക്കുന്നില്ല. 3 സൗരോർജ്ജ വിളക്കുകളിൽ ഒന്നാണ് ഇവിടെ സ്ഥാപിച്ച നാൾ മുതൽ പ്രവർത്തനരഹിതമായി. നിരവധി തവണ കോർപ്പറേഷൻ അധികൃതരെയും കരാറുകാരനെയും വിവരം അറിയിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമായി. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിച്ചതിനാലാണ് ഇവിടെ ക്യാമറയും വിളക്കുകളും ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചത്. ടൂറിസം വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി പഞ്ചായത്ത് ക്ഷേമ സമിതി അധ്യക്ഷൻ ജാഫി മജീദ് പറഞ്ഞു. സംരംഭക സഭ നടന്നു. പേരയം ഗ്രാമപഞ്ചായത്തും സംസ്ഥാന വ്യവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭക സഭ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സംരംഭക സഭയോടനുബന്ധിച്ച് ലോൺ, ലൈസൻസ്, ഇൻഷുറൻസ് സ്കീമുകൾ സംബന്ധിച്ച വിശദ ക്ലാസുകൾ സംഘടിപ്പിച്ചു. പുതിയ സംരംഭകർക്ക് ഉള്ള സബ്സിഡി തുകകൾ വിതരണം ചെയ്തു. വനിതകൾക്കായുള്ള പുതിയ സംരംഭത്തെക്കുറിച്ച് ചിറ്റുമല ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ വീണ ക്ലാസ് എടുത്തു. ലോണുകളെ സംബന്ധിച്ച് യൂണിയൻ ബാങ്ക് മാനേജർ അമിത് ലാൽ ക്ലാസ് എടുത്തു. വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോഡ്, ക്ഷേമ സമിതി അധ്യക്ഷ എൻ ഷേർലി, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ
ബിനോയ് ജോർജ്, രജിത സജീവ്, സിൽവിയ സെബാസ്റ്റ്യൻ, വൈ ചെറുകുപ്പം, ബി സുരേഷ്, കോർഡിനേറ്റർ ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. റേഷൻ കടയ്ക്ക് മുമ്പിൽ കോൺഗ്രസ് ധർണ നടത്തി. പൊതുഭരണ രംഗത്തെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ റേഷൻ സാധനങ്ങളിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി കോൺഗ്രസ് കേരളപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളപുരത്ത് 137 നമ്പർ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവപുരം ഉദ്ഘാടനം ചെയ്തു. M ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വി ജ്യോതിർനിവാസ്, തോട്ടത്തിൽ ബാലൻ, രാജേന്ദ്രപ്രഭ, ദേവാദർ കുണ്ട്ര, മണ്ഡലം ചെയർമാൻ വി പത്മകുമാർ, ബി നൌഫൽ, ശിവശങ്കരപിള്ള, ഷാജി കുണ്ടറ, റഹീം, ഷഹനാസ് എന്നിവർ സംസാരിച്ചു. റേഷൻ വിതരണ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. പൊതു വിതരണ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ റേഷൻ സാധനങ്ങൾ എത്തിക്കാത്ത റേഷൻ വിതരണ സംവിധാനം അട്ടിമറിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പേരയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരയം ജംഗ്ഷനിലെ പൊതു വിതരണ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. DCC നിർവാഹക സമിതി അംഗം K ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AK പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ, പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുളപ്പക്കര, J സുനിൽ ജോസ്, മനു സോമൻ, K രാജേന്ദ്രൻപിള്ള, റൈച്ചൽ ജോൺസൺ, TA അൽഫോൻസ്, സണ്ണി ലോറൻസ്, S വിജയൻ, TV ജിജി, B സ്റ്റഫോർഡ്, ലതാ ബിജു, CC യേശുദാസൻ, S ദാസൻ, എഡിസൺ, Y ജൂലിയസ്, ഗോപാലകൃഷ്ണൻ, മുളവന അലക്സാണ്ടർ, Y ജൂലിയസ്, സാനു കുമ്പളം, ബിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. പെരിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീശിവൻ ജംഗ്ഷനിൽ ഉള്ള 127 നമ്പർ റേഷൻ ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു. R സുരേഷ് കുമാർ, D സുരേഷ്, തോട്ടത്തിൽ ബാലൻ, M ജയശങ്കർ, PM രാജേന്ദ്ര പ്രസാദ്, പ്രസന്ന പയൽ, C നെപ്പോളിയൻ, ശിവശങ്കരപിള്ള, ആശാലത, V നൌഫൽ, രമണൻ പിള്ള, പത്മകുമാർ, അനിൽകുമാർ, ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിമുക്കിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന ധർണ UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് G വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ബാബുരാജൻ, കുണ്ടറ സുബ്രഹ്മണ്യം, ജോർജ് വർഗീസ്, CP മന്മഥൻ നായർ, O ഓമനക്കുട്ടൻ, G അനിൽകുമാർ, സുരേഷ് കുമാർ, R സന്തോഷ് കുമാർ, സതീഷ് കുമാർ, ഉണ്ണിത്താൻ, ഷംനാഥ്, ബിനു ടീം, K ഉഷ, ലിസി സാം എന്നിവർ സംസാരിച്ചു. അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തി SDPI കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളപുരത്ത് അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. SDPI ജില്ലാ സെക്രട്ടറി കണ്ണൻ പട്ടത്താനം ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ മണ്ഡലം സെക്രട്ടറി ഹാരിസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SDTU ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ റോഡിവിള മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കമ്മിറ്റി അംഗം നൌഷാദ് കണ്ണനെല്ലൂർ, കൊറ്റങ്കല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഷാദ് കേരളപുരം എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 14 ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണണം. ഞങ്ങൾ 15ാമത്തെ സിനിമയിലെ പ്രവർത്തനങ്ങളിലാണ്. ഈ മാസം 28-ാം തീയതി അത് റിലീസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിലേക്ക് ഇനി തുടർന്ന് വരുന്ന ഓരോ മാസവും ഒരു ക്രിസ്തു ചിത്രം എന്ന ലക്ഷ്യത്തോടുകൂടി 2ാമത്തെ എഡിഷന് ലൈല ക്രിയേഷൻസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം ചേർന്ന് കുറച്ചധികം പേർ നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ഒരു കരുത്ത് നൽകുന്നുണ്ട്. ഇതിലേക്ക് ഈ 12 മാസത്തെ സിനിമകളിലേക്ക് വിവിധ കഥാപാത്രങ്ങൾ പലതും ഈ സിനിമയും കഥയും ആയിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരെ ഇപ്പോഴേ ശേഖരിച്ച് വെക്കാൻ അവരെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നു. മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മുൻ അനുഭവ പരിചയമുള്ളവരെ ഞങ്ങൾ പരമാവധി ഒഴിവാക്കുന്നു. സിനിമയിൽ അഭിനയിക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു സ്ക്രീനിലൊന്ന് വരണം എന്ന് താല്പര്യമുള്ളവരും കുറച്ച് കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവരും സമയം ഞങ്ങൾക്ക് വേണ്ടി തരാൻ സാധ്യതയുള്ളവർ, അതാണ് വളരെ പ്രധാനം. നിങ്ങളുടെ സമയമാണ്. എനിക്ക് സമയമില്ല, 5 മണി എന്ന് പറയുമ്പോൾ 8 മണിക്ക് വരാം എന്ന് പറയുന്നവരെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു. അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ്, വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് സമയമുള്ള, അഭിനയിക്കാൻ താല്പര്യമുള്ള, കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള, അതിനകത്ത് പ്രായപരിധിയില്ല, ആൺപെൺ വ്യത്യാസമില്ല, ആർക്കും വരാം. എൻ്റെ വാട്സപ്പ് നമ്പറായ 94 47 11 99 80 നിങ്ങളുടെ ബയോഡേറ്റകൾ അയയ്ക്കുക. തീർച്ചയായിട്ടും ആവശ്യാനുസരണം നിങ്ങളെ വ്യക്തിപരമായ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും.
ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് സാമ്പത്തിക ഇടപാടില്ലാത്ത ഇടപാടാണിത്. കാരണം ആരുടെ നിന്നോ ഞങ്ങളങ്ങനെ പിന്നെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ നമ്മളെ കൂട്ടം വരുമ്പോൾ അഭിനയിക്കുന്ന ആർക്കും ഞങ്ങൾ പൈസ നൽകുന്നുമില്ല. അതുകൊണ്ട് സഹകരിക്കാൻ താല്പര്യമുള്ള മുഴുവൻ പേരെയും ഞങ്ങൾ ഡയലോഗ് ക്രിയേഷൻസിൻ്റെ ബാനറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നാളെ രാത്രി പരസ്പരം നമ്മൾ മൊബൈൽ ഫോണുകളിലൂടെ കാണും വരെ നന്ദി, നമസ്കാരം.